ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനം ഈ പ്രഭാതത്തിൽ പ്രകാരം നമ്മൾ വായിക്കുകയാണ്. മലാക്കി 4-ാം അധ്യായം 2-ാം വചനം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ അത് തുള്ളിച്ചാടും. കർത്താവെ, അങ്ങ് നൽകുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഈശോയെ രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് 2 വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവഭയത്തോടെ ജീവിക്കണം, കർത്താവിൻ്റെ നാമത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ നാമത്തിന് സാക്ഷ്യം വഹിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ മഹത്വത്തിൻ്റെ വലിയ ചലനമുണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഇന്നലെയും നോക്കിയായിട്ട് മനസ്സിനെ ഭാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ പ്രകാരം ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ എത്രയോ കുടുംബ ജീവിതങ്ങളാണ് തകർച്ചയിലാകപ്പെട്ടു പോകുന്നത്. സ്നേഹബന്ധങ്ങൾ കുറഞ്ഞ്, വിശ്വാസങ്ങൾ കുറഞ്ഞ്, ഡിവോഴ്സിൻ്റെ വക്കിൽ. സത്യത്തിൽ ഈ ദിവസങ്ങളിൽ അനേകം കോളുകൾ പ്രാർത്ഥനാ സഹായത്തിനും കരച്ചിലോടുകൂടി എനിക്ക് കേൾക്കാനിടയായി. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, പൈശാചിക പീഡകൾ കുടുംബങ്ങളിൽ തകർത്താടുന്ന ഈ നാളുകളിൽ ദൈവനാമത്തിൻ്റെ ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ.